ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 15-ാം ഞായർ. ഇന്നത്തെ ബൈബിൾ ഭാഗങ്ങളിലൂടെ തിരുസഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ ഘട്ടമാണ്. രണ്ടാമത്തേത് ശിഷ്യത്വത്തിൻ്റെ ഘട്ടമാണ്. മൂന്നാമത്തേത് അപ്പോസ്തലൻ്റെ ഘട്ടമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുക. യുഗാന്ത്യത്തിന് മുമ്പ്, രൂപത്തിൽ എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ദൈവം നമ്മെ തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ തിരഞ്ഞെടുത്തു എന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പ്രിയപ്പെട്ടവരെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുഭവമാണ്. ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന്, ആ ദൈവത്തിൻ്റെ വിളിക്ക് നമ്മൾ പ്രത്യുത്തരമേകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളായി മാറുക. ദൈവത്തിൻ്റെ വെളിപാടിന് മനുഷ്യനേകുന്ന പ്രത്യുത്തരത്തെയാണ് വിശ്വാസം എന്ന് പറയുക. ദൈവത്തിൻ്റെ സ്നേഹത്തിന്, ദൈവത്തിൻ്റെ കൃപയ്ക്ക് ശരിയായ രീതിയിൽ പ്രത്യുത്തരമേകുവാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ, ഈശോയുടെ ശിഷ്യരായി ജീവിക്കുവാൻ നാം ശ്രദ്ധ വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസികളായി മാറുന്നു. നമുക്ക് ആ അനുഭവം തരുന്നത് നമ്മുടെ ജ്ഞാനസ്നാനമാണ്. നമ്മുടെ ജ്ഞാനസ്നാന അനുഭവത്തിലൂടെ നമ്മൾ പാപത്തെ വിട്ടകന്ന്, പാപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്, സാത്താനിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നു, ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു, സ്വർഗരാജ്യത്തിൻ്റെ പൗരരായി മാറുന്നു, ഈശോയുടെ ശിഷ്യരായി മാറുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി മാറുന്നു, തിരുസഭയിലെ അംഗങ്ങളായി മാറുന്നു. ആ രീതിയിൽ നമ്മൾ ലോകത്തെ വിട്ട്, തിന്മയെ വിട്ട് ദൈവത്തിനായി ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ വിശ്വാസികളായി മാറുക. അപ്പം അതിൻ്റെ കൂദാശയാണ് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ശിഷ്യത്വത്തിൻ്റെ ഘട്ടമാണ്. ഈശോയുടെ കൂടെ ആയിരുന്ന്, അവിടുന്നാൽ പഠിപ്പിക്കപ്പെട്ട്, അവിടുന്നാൽ പരിശീലിപ്പിക്കപ്പെട്ട്, അവിടുത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുമ്പോൾ, ഞാനല്ല അവൻ എന്നിൽ ജീവിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഗലാത്യർ 2:20 പറയുന്നത് പോലെ എന്നിലെ അഹത്തെ വിട്ടകന്ന് കർത്താവിനെ എൻ്റെ അഹമായി ഞാൻ ഉൾക്കൊള്ളുമ്പോൾ, ഞാനല്ല ക്രിസ്തുവിനിൽ ജീവിക്കുന്നു എന്ന ബോധ്യത്തിലേക്കും അനുഭവത്തിലേക്കും കടന്നു വരുമ്പോൾ അതിനെയാണ് ശിഷ്യത്വം എന്ന് പറയുക. ഗുരുവിനെ ഉൾക്കൊള്ളുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ഗുരുവിൻ്റെ ജീവിത രീതിയും, ഗുരുവിൻ്റെ പ്രബോധനവും, ഗുരുവിൻ്റെ സ്നേഹവും, ഗുരുവിൻ്റെ സഹനവും, ഗുരുവിൻ്റെ പ്രവർത്തനവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്ന ഒരനുഭവമാണ് ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ. നമ്മളിലൂടെ ഗുരു ജീവിക്കുന്ന ഒരനുഭവം, നമ്മളിലൂടെ ആ ഗുരുവിൻ്റെ അനുഭവം, സാന്നിധ്യം മറ്റുള്ളവരെ അനുഭവിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി മാറുക. മൂന്നാമത്തേത് പ്രിയപ്പെട്ടവരെ നമുക്ക് അപ്പോസ്തലൻ എന്ന് പറയുക. അപ്പോസ്തലൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ എന്നാണ്. നമ്മുടെ സ്ഥൈര്യലേപനത്തിലൂടെയും അതുപോലെ തിരുപ്പട്ടത്തിലൂടെയും വിവാഹത്തിലൂടെയും എല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ അയക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. ദൈവം വിളിക്കുന്നത് നമ്മളെ അയക്കാൻ വേണ്ടിയാണ്, നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവീകമായ ദൗത്യം ബോധപ്പെട്ട് അത് നിറവേറ്റുവാൻ ശ്രദ്ധ വയ്ക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ അപ്പോസ്തലന്മാരായി മാറുക. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ചാണ് വായിച്ചു കേട്ടത്. അപ്പോൾ ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ കർത്താവിനാൽ നമ്മൾ അയക്കപ്പെടുക. ഈ 2 പേരായി അയക്കപ്പെട്ടു എന്ന് പറയാണ്. അതായത് ഒറ്റയ്ക്ക്, നമ്മൾ ആരും ഒറ്റയ്ക്ക് ക്രിസ്തുവല്ല. സത്യത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമ്മൾ ഒന്നു ചേരുമ്പോഴാണ്, ഒന്നിലധികം പേര് ഒരുമിച്ച് കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ശരിക്കും പ്രഘോഷിക്കാൻ സാധിക്കുക. മാത്രമല്ല യഹൂദരുടെ
വിശ്വാസമനുസരിച്ച് നിയമമനുസരിച്ച് രണ്ടുപേരുടെ സാക്ഷ്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം സത്യമാണ് എന്ന് സാക്ഷാത്കരിക്കാൻ പറ്റും. ആ രീതിയിൽ രണ്ടുപേരെ വീതം കർത്താവ് ഓരോ നഗരത്തിലേക്കും അയക്കുക. കർത്താവിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കും നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമ്മളിൽ എന്നതിനേക്കാളും ദൈവരാജ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, കർത്താവിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുക. അവിടെ ദൈവം നമുക്ക് വേണ്ടി, നമുക്ക് ജീവിക്കാൻ വേണ്ടി, താമസിക്കാൻ വേണ്ടി ആ കുടുംബങ്ങളെ അങ്ങ് ഒരുക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ദൈവമേൽപ്പിച്ച ദൗത്യം നന്നായി നിറവേറ്റുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം പ്രിയപ്പെട്ടവരെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഒരു വിധത്തിൽ ഒരു അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ കർത്താവിന് വേണ്ടി മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വഴിയൊരുക്കുന്നവനാണ്. കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു സ്നാപയോഹന്നാനെ പോലെ എന്ന് പറയാം. അതേപോലെ തന്നെ ആ കർത്താവിൻ്റെ അനുഭവം കിട്ടിക്കഴിഞ്ഞു. അപ്പോസ്തലന്മാരെ പോലെ നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കുന്നവരായി, കർത്താവിൻ്റെ അനുഗ്രഹവും അനുഭവവും പകർന്നു കൊടുക്കുന്നവരായി ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒന്നാമത്തേത് നമ്മളൊരു വിശ്വാസിയായി മാറുന്നത് ജ്ഞാനസ്നാനത്തിലൂടെ, എന്നിട്ടോ നമ്മൾ ശിഷ്യരായി മാറുന്നത് കുർബാനയിലൂടെയാണ് നമ്മൾ ഈശോയെ അനുഭവിക്കുക. ദിവ്യ കുർബാനയിലൂടെ, ദിവ്യ കാരുണ്യത്തിലൂടെ, ദിവ്യ ബലിയിലൂടെ പ്രിയപ്പെട്ടവരെ ഈശോയുടെ ജീവിതത്തിൽ മുഴുവനും നമ്മൾ പങ്കുചേരുക. ഈശോ ഗർഭം ധരിക്കപ്പെട്ടത് മുതൽ ഈശോയുടെ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് ഓരോ ദിവ്യ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ. ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ കടന്നുവന്ന സ്നാപയോഹന്നാൻ, ആ സ്നാപയോഹന്നാൻ്റെ ആഹ്വാനം ശ്രമിച്ചുകൊണ്ട് നമ്മുടെ പാവങ്ങളെക്കുറിച്ച് ബോധപ്പെട്ട് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചാണ് നമ്മൾ ദിവ്യ കുർബാനയിലേക്ക് പ്രവേശിക്കുക പ്രിയപ്പെട്ടവരെ. ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈശോയുടെ ജനനത്തിലും ഈശോയുടെ പരസ്യ ജീവിതത്തിലും ഈശോയെ ജെറുസലേമിലേക്ക് എതിരേറ്റതിലും ഈശോയുടെ അന്ത്യത്താഴത്തിലും കുരിശിൻ്റെ കീഴിലും നിന്ന് പ്രിയപ്പെട്ടവരെ ഉത്ഥതിനെ കണ്ടുമുട്ടി ഉത്ഥതിനാൽ പരിപോഷിപ്പിക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത ഈശോയാൽ നമ്മൾ അയക്കപ്പെടുന്ന അനുഭവമാണ് ഓരോ ദിവ്യ കുർബാനയിലുമുള്ളത്. ആ രീതിയിൽ നമ്മുടെ ഭാവന ഉപയോഗിച്ചുകൊണ്ട് ഇതാ എൻ്റെ കർത്താവിനോടൊത്ത് ഞാൻ ആയിരിക്കുന്നു, അവനോടൊത്തിതാ ഞാൻ യാത്ര ചെയ്യുന്നു, അവൻ്റെ സ്വരമിതാ ഞാൻ കേൾക്കുന്നു, അവൻ്റെ പഠനവും പരിശീലനവും ഞാൻ ഏറ്റുവാങ്ങുന്നു, അവനാൽ ഞാൻ പോഷിപ്പിക്കപ്പെടുന്നു, അവൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ഞാൻ സാക്ഷിയായി മാറുന്നു, അവൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് അവനെ പ്രഘോഷിക്കുന്നവരായി ഞാൻ മാറുന്നു എന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മൾ ഓരോ ദിവ്യ കുർബാനയും. അപ്പോൾ ആ ദിവ്യ കുർബാനയുടെ തുടക്കത്തിലെ അനുഭവങ്ങളൊക്കെ ജ്ഞാനസ്നാനത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദിവ്യ കുർബാനയുടെ സമാപനത്തിൽ ദിവ്യബലി സമാപിച്ചു നിങ്ങൾ പോകുവിൻ എന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ്റെ ഘട്ടം നമ്മുടെ ഓർമ്മയിൽ വരുന്നു. എന്നിട്ട് ആ ദിവ്യ കുർബാനയിലൂടെ മുന്നേറുമ്പോൾ അത് ശിഷ്യത്വത്തിൻ്റെ ഘട്ടമാണ്. നമ്മൾ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് ഈശോയുടെ സ്വരം കേട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയുടെ പ്രവർത്തനത്തിൽ പങ്കുചേർന്ന് ഈശോയെ സ്വാഗതം ചെയ്ത് ഈശോയുടെ അന്ത്യത്താഴത്തിലിരുന്ന് അവിടുത്തെ കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും നമ്മൾ പങ്കുചേരുന്ന അനുഭവം, അങ്ങനെ ഈശോയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിൽ പോലും നിറച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശോ, പ്രിയപ്പെട്ടവരെ ആ ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. അപ്പോൾ നമ്മൾ ഈ 3 ഘട്ടങ്ങളെക്കുറിച്ചും പ്രിയപ്പെട്ടവരെ ബോധമുള്ളവരായിരിക്കണം. ഈശോയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ, ഈശോയാൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ, ഈശോയാൽ പരിശീലിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ, ഈശോയാൽ പോഷിപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഈശോയുടെ ആത്മാവിനാൽ നിറഞ്ഞ് ഈശോയുടെ ആഹ്വാനം ശ്രമിച്ച് ഈശോയാൽ ഐക്യപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ആ രീതിയിൽ ഉത്തമ വിശ്വാസികളായി ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി അവിടുത്തെ യഥാർത്ഥ അപ്പോസ്തലന്മാരായി നമുക്ക് ലോകത്തിൽ ജീവിക്കാം, ലോകത്തിൽ പ്രശോഭിക്കാം. ദൈവരാജ്യം, ഈശോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അതിന് സാത്താൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം നശിപ്പിച്ച് സാത്താൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് മനുഷ്യരെ കടത്തിക്കൊണ്ടുവരുവാനുള്ള ആഹ്വാനമാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് തരുന്നത്. അതാണ് കർത്താവ് ചെയ്തത്. അവിടുത്തെ പ്രവർത്തനം ലോകത്തിൽ തുടരുന്നതും ലോകം മുഴുവനും വ്യാപിപ്പിക്കുന്നതുമാണ്
ഒരു ക്രൈസ്തവൻ്റെ ജീവിതം, ക്രൈസ്തവൻ്റെ മിഷൻ എന്ന് പറയാം. ആ രീതിയിൽ കർത്താവിൻ്റെ പ്രേക്ഷിതരായി ജീവിക്കുവാൻ നമുക്കെപ്പോഴും പരിശ്രമിക്കാം. കർത്താവിൻ്റെ ചൈതന്യം നമ്മിൽ നിറയട്ടെ, അവിടുത്തെ സ്നേഹം നമ്മിൽ നിറയട്ടെ, അവിടുത്തെ വചനം നമ്മുടെ മനസ്സിൽ നിറയട്ടെ. നമ്മുടെ ചിന്താഗതികളെയും ബോധ്യങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ വചനം നിരന്തരം പരിവർത്തനപ്പെടുത്തട്ടെ. കർത്താവിനാൽ നിറഞ്ഞ് അവിടുത്തെ പ്രഘോഷിക്കുന്നവരായി, അവിടുത്തെ രക്ഷ മറ്റുള്ളവർക്ക് അനുഭൂതിമാക്കുന്നവരായി ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. മനുഷ്യരെ കർത്താവിലേക്ക് ക്ഷണിക്കുക, മനുഷ്യരെ ദൈവത്തിലേക്ക് ആനയിക്കുക, രക്ഷയുടെ അനുഭവത്തിലേക്ക് മുന്നേറുവാൻ അവരെ പ്രാപ്തരാക്കുക. അതിനുവേണ്ട കൃപ ദൈവം നമുക്കെല്ലാം ഏകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.